വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 ഒരു സുവർണ വർഷമായിരിക്കും. ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പൂവണിയുന്ന, കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കുന്ന, പുതിയ പാതകൾ തുറക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഭാവിയെക്കുറിച്ച് ആശങ്കയുള്ളവർക്ക് ആത്മവിശ്വാസം നൽകിയും ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കിയും ഭാഗ്യം കൈപിടിച്ചുയർത്തുന്ന ഒരു വർഷമാണ് വരാനിരിക്കുന്നത്. 2026 ഓരോ മാസവും വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ പ്രതീക്ഷകളും അവസരങ്ങളുമായിരിക്കും സമ്മാനിക്കുക. മിക്കപ്പോഴും വിശാഖം നക്ഷത്രക്കാർക്ക് ശക്തമായ നിശ്ചയദാർഢ്യവും ലക്ഷ്യബോധവും ഉണ്ടാകും. നേതൃത്വ ഗുണവും ആത്മവിശ്വാസവും ഇവരുടെ കൂടപ്പിറപ്പാണ്. പലപ്പോഴും തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ ഇവർ അസാമാന്യ മികവ് പുലർത്താറുണ്ട്. 2026 വർഷം ഈ സഹജമായ കഴിവുകൾക്ക് കൂടുതൽ തിളക്കമേകാനും ജീവിതത്തിന്റെ വിവിധ തുറകളിൽ വിജയക്കൊടി പാറിക്കാനും ഇവർക്ക് സാധിക്കും. ആഗ്രഹിച്ച പല നേട്ടങ്ങളും സ്വന്തമാക്കാൻ ഈ വർഷം ഇവർക്ക് ഭാഗ്യം തുണയാകും. ഈ വീഡിയോയിൽ 2026 വർഷം വിശാഖം നക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ വിവിധ പ്രധാന മേഖലകളിൽ ലഭിക്കുന്ന നേട്ടങ്ങളെയും ഭാഗ്യങ്ങളെയും കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നു. പുതുവർഷം വിശാഖം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക രംഗത്തും തൊഴിൽ മേഖലയിലും അഭൂതപൂർവമായ വളർച്ചയും സ്ഥിരതയും വാഗ്ദാനം ചെയ്യുന്നു. ഈ വർഷം നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ കൂടുതൽ ശക്തമാകുകയും വരുമാന സ്രോതസ്സുകൾ വർദ്ധിക്കുകയും ചെയ്യും. വർഷത്തിന്റെ പല ഘട്ടങ്ങളിലും അപ്രതീക്ഷിതമായ ധനലാഭത്തിന് സാധ്യതയുണ്ട്. ലോട്ടറി, പാരമ്പര്യ സ്വത്ത്, പഴയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള വലിയ വരുമാനം എന്നിവ ഇതിൽ ഉൾപ്പെടാം. സാമ്പത്തിക കാര്യങ്ങളിൽ അപ്രതീക്ഷിത ഭാഗ്യം കടന്നുവരാം. നിലവിലുള്ള വരുമാന സ്രോതസ്സുകൾക്ക് പുറമെ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും. പാർട്ട് ടൈം ജോലികൾ, ഫ്രീലാൻസിംഗ് പ്രോജക്ടുകൾ അല്ലെങ്കിൽ പുതിയ ബിസിനസ് സംരംഭങ്ങൾ എന്നിവയിലൂടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താം. നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിൽ മികച്ച അവസരങ്ങളാണ് കാത്തിരിക്കുന്നത്. കഠിനാധ്വാനത്തിന് അർഹമായ അംഗീകാരം ലഭിക്കുകയും സ്ഥാനക്കയറ്റങ്ങൾ, ശമ്പള വർധനവ്, പുതിയ ഉത്തരവാദിത്തങ്ങൾ എന്നിവ ഏറ്റെടുക്കാൻ സാധിക്കുകയും ചെയ്യും. പുതിയ പ്രോജക്ടുകളിൽ നേതൃത്വം നൽകാനും നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനും അവസരം ലഭിക്കും. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് 2026 ഒരു കുതിച്ചുചാട്ടത്തിന്റെ വർഷമായിരിക്കും. പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാനും ബിസിനസ് വികസിപ്പിക്കാനും സാധിക്കും. വിപണിയിലെ പുതിയ അവസരങ്ങൾ തിരിച്ചറിയുകയും അത് ലാഭകരമാക്കുകയും ചെയ്യും. ദീർഘകാല പങ്കാളിത്തങ്ങളും കരാറുകളും ഈ വർഷം സാധ്യമാകും. സാമ്പത്തിക കാര്യങ്ങളിൽ പുതിയ നിക്ഷേപ അവസരങ്ങൾ ഈ വർഷം നിങ്ങളെ തേടിയെത്തും. റിയൽ എസ്റ്റേറ്റ്, ഓഹരികൾ, സ്വർണം എന്നിവയിൽ നിക്ഷേപിക്കുന്നത് ഭാവിയിൽ വലിയ ലാഭം നൽകാൻ സാധ്യതയുണ്ട്. ധീരമായ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ ഈ വർഷം നിങ്ങളെ പ്രേരിപ്പിക്കും. നിലവിലുള്ള സാമ്പത്തിക ബാധ്യതകളും കടങ്ങളും കുറയ്ക്കാനും പൂർണ്ണമായി വീട്ടാനും ഈ വർഷം അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങും. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസം ലഭിക്കുകയും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു ചുവട് വെക്കുകയും ചെയ്യും. പുതിയ തൊഴിൽ നൈപുണ്യങ്ങൾ ആർജിക്കാൻ അവസരം ലഭിക്കും. ഇത് നിങ്ങളുടെ കരിയറിൽ കൂടുതൽ മുന്നേറാൻ സഹായിക്കും. ഓൺലൈൻ കോഴ്സുകൾ, വർക്ക്ഷോപ്പുകൾ, സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടാം. 2026 വിശാഖം നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ബന്ധങ്ങളിലും സന്തോഷവും ഐക്യവും കൊണ്ടുവരും. നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാവുകയും പുതിയ ബന്ധങ്ങൾ രൂപപ്പെടുകയും ചെയ്യും. വിവാഹിതരായ വിശാഖം നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സ്നേഹവും ഐക്യവും സമാധാനവും അനുഭവപ്പെടും. പങ്കാളിയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാകും. ചെറിയ പിണക്കങ്ങൾ പോലും വേഗത്തിൽ പരിഹരിക്കാനും സന്തോഷത്തോടെ മുന്നോട്ടു പോകാനും സാധിക്കും. അവിവാഹിതരായ വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വർഷം വിവാഹത്തിനുള്ള സാധ്യതകൾ വളരെയധികമാണ്. അനുയോജ്യരായ ജീവിത പങ്കാളിയെ കണ്ടെത്താനും ഒരു പുതിയ ജീവിതം ആരംഭിക്കാനും സാധിക്കും. പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന ഭാഗ്യത്തിനുള്ള സാധ്യതകൾ ഈ വർഷം കൂടുതലാണ്. കുട്ടികളുള്ളവർക്ക് അവരുടെ പുരോഗതിയിൽ സന്തോഷിക്കാനും അഭിമാനം കൊള്ളാനും അവസരം ലഭിക്കും. കുട്ടികളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. കുടുംബാംഗങ്ങളുമായി കൂടുതൽ അടുപ്പം തോന്നും. കുടുംബത്തിലെ ചെറിയ തർക്കങ്ങൾ പോലും എളുപ്പത്തിൽ പരിഹരിക്കപ്പെടും. പുതിയ സൗഹൃദങ്ങളും സാമൂഹിക ബന്ധങ്ങളും ഈ വർഷം രൂപപ്പെടും. ഇത് നിങ്ങളുടെ സാമൂഹിക ജീവിതം കൂടുതൽ സജീവമാക്കും. പഴയ സൗഹൃദങ്ങൾ പുതുക്കാനും അവസരം ലഭിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ, ആഘോഷങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. വീട് വാങ്ങൽ, ഗൃഹപ്രവേശം, മറ്റു ശുഭകാര്യങ്ങൾ എന്നിവ ഈ വർഷം നടക്കും. പൂർവിക സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കപ്പെടാനും അത് നിങ്ങളുടെ വരുമാനത്തിന് കാരണമാകാനും സാധ്യതയുണ്ട്. 2026 വിശാഖം നക്ഷത്രക്കാർക്ക് ആത്മീയമായ വളർച്ചയ്ക്കും പുതിയ യാത്രകളിലൂടെയുള്ള അനുഭവങ്ങൾക്കും അവസരം നൽകും. ഇത് മാനസിക ഉന്മേഷം വർദ്ധിപ്പിക്കുകയും ജീവിതത്തിന് പുതിയ ദിശാബോധം നൽകുകയും ചെയ്യും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം തോന്നും. ധ്യാനം, യോഗ, പ്രാർത്ഥന, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കൽ എന്നിവയിലൂടെ ആന്തരിക സമാധാനവും ആത്മീയ വളർച്ചയും നേടാൻ സാധിക്കും. ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് കൂടുതൽ വ്യക്തമായ ധാരണ ലഭിക്കും. ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട്. അവ പൊതുവെ ഗുണകരമായിരിക്കും. തൊഴിൽപരമായ യാത്രകൾ ലാഭകരമാകും. വിനോദയാത്രകൾക്ക് പദ്ധതിയിടുന്നവർക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. വിദേശയാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും. മാനസികമായി കൂടുതൽ കരുത്തും സ്ഥിരതയും അനുഭവപ്പെടും. ടെൻഷനും ഉത്കണ്ഠയും കുറയും. ജീവിതത്തെ പോസിറ്റീവായി കാണാനും ചെറിയ പ്രശ്നങ്ങളെ പോലും അതിജീവിക്കാനും സാധിക്കും. പുതിയ വിഷയങ്ങൾ പഠിക്കാനും അറിവ് നേടാനും ഇത് നല്ല സമയമാണ്.
പുതിയ ഭാഷകളോ സംസ്കാരങ്ങളോ പഠിക്കാൻ താല്പര്യം കാണിക്കും. ഇത് നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ വികസിപ്പിക്കും. സമൂഹത്തിന് പ്രയോജനകരമായ കാര്യങ്ങളിൽ പങ്കുചേരാൻ താല്പര്യം തോന്നും. സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ആത്മസംതൃപ്തി നൽകും. പൊതുവെ ആരോഗ്യം മെച്ചപ്പെടും. ദീർഘകാലമായി അലട്ടിയിരുന്ന ചെറിയ അസുഖങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. പുതിയ വ്യായാമ മുറകൾ ആരംഭിക്കാനും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കാനും സാധിക്കും. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനും പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനും ഈ വർഷം അവസരം ലഭിക്കും. ഇത് മനസ്സിന് സന്തോഷവും സമാധാനവും നൽകും. വിശാഖം നക്ഷത്രക്കാർക്ക് 2026 വർഷം മറ്റു മേഖലകളിലും ഭാഗ്യം കൊണ്ടുവരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയം നേടാൻ സാധിക്കും. പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടാനും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടാനും സാധ്യതയുണ്ട്. ഗവേഷണ താല്പര്യമുള്ളവർക്ക് അനുകൂലമായ സമയമാണിത്. നിയമപരമായ തർക്കങ്ങളോ കേസുകളോ നിലവിലുണ്ടെങ്കിൽ ഈ വർഷം അവ നിങ്ങൾക്ക് അനുകൂലമായി പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയത്തിലോ സാമൂഹിക മേഖലയിലോ പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം കൂടുതൽ അംഗീകാരവും സ്വാധീനവും ലഭിക്കും. ജനങ്ങളുടെ പിന്തുണ നേടാനും നേതൃത്വപരമായ റോളുകൾ ഏറ്റെടുക്കാനും കഴിയും. സൃഷ്ടിപരമായ കഴിവുകൾ ഉള്ളവർക്ക് തങ്ങളുടെ കഴിവുകൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ അവസരം ലഭിക്കും. ഈ മേഖലകളിൽ നിന്ന് നല്ല വരുമാനം നേടാനും സാധിക്കും. പുതിയ വീട് വാങ്ങാനോ നിലവിലുള്ള വീട് മോടിപിടിപ്പിക്കാനോ സാധ്യതയുണ്ട്. പുതിയ വാഹനം സ്വന്തമാക്കാനും അവസരം ലഭിക്കും. മൊത്തത്തിൽ ആത്മവിശ്വാസം വർദ്ധിക്കുകയും ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ ആവശ്യമായ ധൈര്യം ലഭിക്കുകയും ചെയ്യും. ലക്ഷ്യങ്ങൾ നേടുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ഗുരുക്കന്മാരുടെയും മുതിർന്നവരുടെയും അനുഗ്രഹം ഈ വർഷം നിങ്ങളോടൊപ്പം ഉണ്ടാകും. അവരുടെ ഉപദേശങ്ങൾ ജീവിതത്തിൽ വഴികാട്ടിയാകും. വ്യാഴത്തിന്റെ അനുകൂലമായ സ്വാധീനം വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വർഷം മികച്ച ഭാഗ്യങ്ങൾ നൽകുമെങ്കിലും ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നത് ഈ ഗുണഫലങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും. നല്ല സമയമാണെന്ന് കരുതി അമിത ആത്മവിശ്വാസം കാണിക്കുന്നത് ഒഴിവാക്കുക. എല്ലാ കാര്യങ്ങളിലും വിവേകപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുക. ഭാഗ്യം അനുകൂലമാണെങ്കിലും കഠിനാധ്വാനം തുടരുക. ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ പൂർണ്ണമായ ഫലങ്ങൾ നേടാൻ സാധിക്കുകയുള്ളൂ. സാമ്പത്തികമായ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുക. അനാവശ്യമായ ധൂർത്തൊഴിവാക്കി സമ്പാദ്യത്തിന് പ്രാധാന്യം നൽകുക. വ്യക്തിബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ തുറന്ന സംസാരം അത്യാവശ്യമാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. കൃത്യമായ വ്യായാമം, നല്ല ഭക്ഷണം, ആവശ്യത്തിന് വിശ്രമം എന്നിവ ഉറപ്പാക്കുക. ജീവിതത്തിലെ നല്ല കാര്യങ്ങളെക്കുറിച്ച് നന്ദിയുള്ളവരായിരിക്കുക. ഇത് പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുകയും കൂടുതൽ നല്ല അനുഭവങ്ങൾ ആകർഷിക്കുകയും ചെയ്യും. 2026 വർഷം വിശാഖം നക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഭാഗ്യവും വിജയവും സന്തോഷവും കൊണ്ടുവരുന്ന ഒരു സുവർണ കാലഘട്ടമാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കും. കുടുംബ ബന്ധങ്ങൾ ദൃഢമാകും. ആത്മീയമായ വളർച്ച കൈവരിക്കാനും സാധിക്കും. വ്യാഴാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുന്നത് വ്യാഴപ്രീതിക്ക് ഉത്തമമാണ്. ഈ ദിവസം മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതും വിഷ്ണു ഭഗവാനെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ ഭജിക്കുകയും ചെയ്യുക. എല്ലാ വ്യാഴാഴ്ചകളിലും വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. നെയ്വിളക്ക്, തുളസിമാല എന്നിവ സമർപ്പിക്കുന്നത് ശ്രേഷ്ഠമാണ്. മഞ്ഞ വസ്ത്രങ്ങൾ, മഞ്ഞപ്പൂക്കൾ, മഞ്ഞൾ, കടലമാവ് കൊണ്ടുള്ള പലഹാരങ്ങൾ, സ്വർണം എന്നിവ വ്യാഴാഴ്ചകളിൽ സാധുക്കൾക്ക് ദാനം ചെയ്യുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കും. അധ്യാപകർ, മുതിർന്നവർ, ആത്മീയ ഗുരുക്കന്മാർ എന്നിവരെ ബഹുമാനിക്കുകയും അവരുടെ അനുഗ്രഹങ്ങൾ തേടുകയും ചെയ്യുക. ഇത് വ്യാഴത്തിന്റെ അനുഗ്രഹം ആകർഷിക്കും. ഓം ബൃഹസ്പതയെ നമഃ അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്ന മന്ത്രങ്ങൾ ദിവസവും 108 തവണ ജപിക്കുന്നത് ശുഭകരമാണ്. ഈ വർഷം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാനും ജീവിതത്തിൽ പുതിയ ഉയരങ്ങൾ കീഴടക്കാനും ദീർഘകാലമായുള്ള സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനും സാധിക്കും. ഈ അനുകൂലമായ ഊർജത്തെ വിവേകത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.